സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ഇന്ന് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നു. നിശാഗന്ധിയിൽ സംഘടിപ്പിക്കുന്ന ഒന്നാം വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിശിഷ്ട അതിഥികളും നിശാഗന്ധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? എപ്പോഴാണ് നിർവഹിക്കുന്നത്? വിശദാംശങ്ങൾ. മന്ത്രിമാരെല്ലാം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിശാഗന്ധിയിലേക്ക്. ഇപ്പോൾ മന്ത്രിമാർ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അധികാരമേറ്റ് ഒരു വർഷത്തിനിടെ സർക്കാർ സ്വന്തമാക്കിയത് അഭിമാനാർഹമായ നേട്ടങ്ങൾ. മികച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേയുടെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സ് പുരസ്കാരം, ജീവിതശൈലീ രോഗങ്ങൾ ചെറുക്കാൻ സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം എന്ന് BBC, ഭിന്നലിംഗ വിഭാഗത്തിന് ജോലി സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമെന്ന് ഗാർഡിയൻ ദിനപത്രം, അഴിമതി ഏറ്റവും കുറവെന്ന് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് സർവേ, സമ്പൂർണ്ണ വെളിയിട വിസർജനമുക്ത സംസ്ഥാനം, ആദ്യ സമ്പൂർണ്ണ വൈദ്യുതവത്കൃത സംസ്ഥാനം. സുപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 കർമ്മ പദ്ധതികൾക്കാണ് സർക്കാർ രൂപം നൽകിയത്. ഹരിതം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നാടിനെയും ജനതയെയും ഒരുപോലെ നവീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ കർമ്മ പദ്ധതികൾക്കുള്ളത്. വൃത്തിയും ജലസമൃദ്ധിയും വീണ്ടെടുക്കാനും സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുമാണ് ഹരിത കേരളം കർമ്മ പദ്ധതി. നമ്മുടെ നെല്ല് നമ്മുടെ അന്നം എന്ന മുദ്രാവാക്യവുമായി നെൽവർഷം ആചരിക്കുമ്പോൾ നെൽപ്പാടങ്ങൾ വീണ്ടും കതിരണ്ട്. തരിശായി കിടന്ന 15,000 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി തുടങ്ങി. വികസനത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആറന്മുളയിലും മെത്രാൻ കായലിലും റാണി ചിത്ര കായലിലും കൃഷി ഇറക്കി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 1000-ഓളം പഞ്ചായത്തുകളിൽ ഡാറ്റാ ബാങ്ക് തയ്യാറായി. വനമേഖലയിലെ 3000 ജലസ്രോതസ്സുകൾ കണ്ടെത്തുകയും സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. നാളികേര കൃഷിക്കായി സംസ്ഥാനത്തുടനീളം കേരഗ്രാമങ്ങൾ രൂപീകരിച്ചു. മായമില്ലാത്ത കുട്ടനാടൻ അരിയുടെ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങി. രോഗീ സൗഹൃദ ആശുപത്രികൾക്കായി ആർദ്രം പദ്ധതി ആരംഭിച്ചു. ആധുനിക വൈദ്യരംഗത്തെ സ്ഥാപനങ്ങളെ ബന്ധിപ്പിച്ച് ഇന്ത്യയിലെ ആദ്യ ഹെൽത്ത് പദ്ധതി തുടങ്ങി. സ്വാശ്രയ കോളേജുകളിലെ തലവരി തടഞ്ഞ് മെറിറ്റ് ഉറപ്പാക്കി. ക്യാൻസർ ചികിത്സയ്ക്ക് ചെലവ് കുറഞ്ഞ് വിപുലമായ സംവിധാനം ഏർപ്പെടുത്തി. 5 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ്. അങ്കണവാടികളിൽ ക്രഷ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ 250 കേന്ദ്രങ്ങളിലാണ് ക്രഷ് തുടങ്ങുന്നത്. വീടില്ലാത്ത സാധാരണക്കാർക്കെല്ലാം സുരക്ഷിതമായ വീടും ജീവനോപാധിയും ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ലൈഫ്. പാവങ്ങൾക്ക് ഭൂമി നൽകാൻ എല്ലാ താലൂക്കിലും ലാൻഡ് ബോർഡ് തയ്യാറായി. സാധാരണക്കാരന് വീട് വയ്ക്കാൻ തടസ്സമില്ലാതാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കയ്യേറ്റങ്ങൾ തടയാൻ ജില്ലാ താലൂക്ക് തലങ്ങളിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചു. അനധികൃത നിലനികത്തൽ തടയാൻ കർശന നടപടി സ്വീകരിച്ചു. അർഹതപ്പെട്ടവർക്കെല്ലാം പട്ടയം നൽകി തുടങ്ങി. 20,000-ഓളം പേർക്ക് പട്ടയം നൽകി. ഇടുക്കിയിൽ മാത്രം 10,000 പേർക്ക് പട്ടയം നൽകി. റീസർവേ പുനരാരംഭിച്ചു. 6 പുതിയ റവന്യൂ ഡിവിഷനുകൾ അനുവദിച്ചു. റവന്യൂ വകുപ്പിൽ നിന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനാക്കി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ദീർഘവീക്ഷണത്തോടുകൂടിയ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 1,00,000-ഓളം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ നടപടികൾ ആരംഭിക്കുകയും കരിക്കുലം ആധാരമാക്കി ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുകയും ചെയ്തു. മെയ് മാസം തന്നെ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് കുട്ടികൾക്ക് നൽകി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ 8 മുതൽ 12 വരെയുള്ള ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാനുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ് വരെ സൗജന്യ യൂണിഫോം നൽകുന്നു. ഈ വർഷം 5ാം ക്ലാസ് വരെ കൈത്തറി യൂണിഫോം. മലയാളം 10ാം ക്ലാസ് വരെ നിർബന്ധമാക്കിയ മലയാള ഭാഷാ ബിൽ കൊണ്ടുവന്നു. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഇൻഷുറൻസും രക്ഷിതാക്കൾ മരിച്ചാൽ കുട്ടിക്ക് 500,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും ലഭിക്കുന്ന പദ്ധതി നടപ്പാക്കി.
എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ മെരിറ്റും സാമൂഹിക നീതിയും ഉറപ്പാക്കി. നിശ്ചയദാർഢ്യമുള്ള ഭരണ നേതൃത്വം വൻകിട പദ്ധതികൾ അതിശയകരമായ വേഗത്തിലാണ് സാക്ഷാത്കരിക്കുന്നത്. ഇന്ത്യയിലെ 5ാമത്തെ വലിയ വിമാനത്താവളമായ കണ്ണൂർ സെപ്റ്റംബറിൽ പ്രവർത്തനക്ഷമമാകും. കൊച്ചി മെട്രോ ആദ്യഘട്ടം പൂർത്തിയായി. അരവർഷത്തിനുള്ളിൽ 2ാം ഘട്ടവും പൂർത്തിയാകും. ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്ററിൽ 6 വരിയാക്കുന്നതിനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആഗസ്റ്റിൽ ആരംഭിക്കും. അതിവേഗം പുരോഗമിക്കുന്ന ഗെയിൽ പദ്ധതി അടുത്ത വർഷം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. വിഴിഞ്ഞം പദ്ധതി 2019 ഉദ്ഘാടനം ചെയ്യും. പൊന്നാനിയിൽ സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണക്കാരന് കൈത്താങ്ങുന്ന കരുതലാണ് LDF സർക്കാരിന്റേത്. 900 കോടിയുടെ വിദ്യാഭ്യാസ വായ്പാ ബാധ്യത സർക്കാർ ഏറ്റെടുത്തു. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 7 മാസത്തെ കുടിശ്ശിക തീർത്ത് വീട്ടിലെത്തിച്ചു. കഴിഞ്ഞ വർഷം 7 മാസം കിട്ടാമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോ ഞമ്മള് പറഞ്ഞു ഇങ്ങനെ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ 2 മാസത്തിലേക്ക് പൈസ കയറ്റി വിട്ടു. പെൻഷൻ ഒന്നാഴ്ചപ്പോ വീട്ടിൽ തന്നെ എത്തിച്ചു. പക്ഷെ അതപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് പെൻഷൻ വരുന്നത് കുറച്ച് തന്നെ വീട്ടിൽ തന്നെ ഉടൻ തരുന്നുണ്ട്. കർഷക പെൻഷനും ക്ഷേമനിധി പെൻഷനുകളും അടക്കം എല്ലാ പെൻഷനും 600-ൽ നിന്നും 1100 രൂപയാക്കി. പ്രവാസി പെൻഷൻ 4 മടങ്ങാക്കി. നഴ്സറി ടീച്ചർമാർ, ആയമാർ, ലൈബ്രറിയന്മാർ എന്നിവരുടെ ഓണറേറിയം 6 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഇപ്പൊ 1000-ആയി, 1100-ആയി. വളരെ സന്തോഷമായി. ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നാട്ടം ഞങ്ങൾക്ക് താലൂക്കുകൾക്ക് എല്ലാവർക്കും നല്ല സൗകര്യമായി. ഭവനരഹിതരും ഭൂരഹിതരുമായ പട്ടികജാതിക്കാരുടെ പുനരധിവാസത്തിന് 440 കോടി രൂപ വിനിയോഗിച്ചു. SC/ST വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ 4 ഇരട്ടി വരെ ഉയർത്തി. പട്ടികവർഗക്കാരുടെ 6 കോടി രൂപയുടെ കടം എഴുതി തള്ളി. കയർ, കശുവണ്ടി, മത്സ്യബന്ധനം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിൽ ക്രിയാത്മകമായ ഇടപെടലാണ് സർക്കാർ നടത്തിയത്. പൂട്ടിക്കിടന്ന കാഷ്യൂ കോർപ്പറേഷന്റെയും കാറ്റക്സിന്റെയും 40 കശുവണ്ടി ഫാക്ടറികൾ ഈ സർക്കാർ തുറന്നു. 18,000 തൊഴിലാളികൾക്കാണ് ഇതുവഴി തൊഴിൽ തിരികെ കിട്ടിയത്. പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ ഫാക്ടറികൾ പകുതിയിലധികം ഇതിനകം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. കശുവണ്ടി തൊഴിലാളികളുടെ ബോണസ് ഇനത്തിൽ 16 കോടിയും ഗ്രാറ്റുവിറ്റിയും നൽകി. കയർ പുനഃസംഘടനയ്ക്ക് സർക്കാർ തുടക്കം കുറിച്ചു. പരമ്പരാഗത തൊഴിലാളികൾ ഉത്പാദിപ്പിക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ശേഖരിച്ചു വിറ്റഴിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരുമായി ഉടമ്പടി ഉണ്ടാക്കി. കയർ ഉൽപ്പന്ന സംഭരണത്തിൽ 20% വളർച്ചയുണ്ടായി. 5 വർഷം കൊണ്ട് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഭൂമിയും വീടും നൽകാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി. കടലാക്രമണത്തിൽ ഭൂമിയും വീടും നഷ്ടമായവർക്കായി 25 കോടിയുടെ പാക്കേജിന് സർക്കാർ അംഗീകാരം നൽകി. ഹാച്ചറികളുടെ നവീകരണത്തിനും കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്നതിനും നടപടികളായി. രാജ്യത്തിനു തന്നെ മാതൃകയായ പോലീസ് സേനയാണ് നമ്മുടേത്. പഴുതടച്ച കുറ്റാന്വേഷണ മികവിലൂടെ ജിഷ കേസും നന്ദൻകോട് കൊലപാതകവും ഹൈടെക് ATM കവർച്ചയുമൊക്കെ തെളിയിക്കാനായി. ജനമൈത്രി പദ്ധതി എല്ലാ സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി പിങ്ക് ബീറ്റും ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. വിവരവിനിമയത്തിന്റെ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ലഭ്യമാകുന്ന വിധത്തിൽ ഒരു ഫൈബർ ഓപ്റ്റിക്കൽ ശൃംഖല നടപ്പിലാക്കുന്നതിനുള്ള വെളിച്ചം എന്ന ലക്ഷ്യമാണ് പൂവണിയുന്നത്. സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിൽ ചരിത്രപരമായ ഇടപെടലാണ് കിഫ്ബിയിലൂടെ പിണറായി വിജയൻ സർക്കാർ നടത്തിയിരിക്കുന്നത്. 20,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖാന്തിരം ആരംഭിച്ചു. ആദ്യ ബജറ്റിൽ തന്നെ 12,000 കോടിയുടെ പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങളും 8,000 കോടിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പരിപാടിയും പ്രഖ്യാപിച്ചു. ട്രഷറിയിൽ കോർ ബാങ്കിങ്ങും
സംയോജിത ധന മാനേജ്മെന്റും ഏർപ്പെടുത്തി. പ്രതിസന്ധികളിൽ തളരാതെ കാര്യക്ഷമമായ ഇടപെടലാണ് സഹകരണ രംഗത്ത് പിണറായി വിജയൻ സർക്കാർ നടത്തിയത്. അരി വില നിയന്ത്രിക്കാൻ ബംഗാളിൽ നിന്നും അരി ഇറക്കുമതി ചെയ്ത് 25 രൂപ നിരക്കിൽ 600-ലധികം അരിക്കടകളിലൂടെ വിതരണം ചെയ്തു. സാധാരണക്കാരന്റെ ആശ്രയമായ കൺസ്യൂമർ ഫെഡ് നഷ്ടത്തിൽ നിന്നും ലാഭത്തിലായി. 2000 നീതി സ്റ്റോറുകളും 1500 നീതി മെഡിക്കൽ സ്റ്റോറുകളും ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മേഖലകളിലൊന്നാണ് ടൂറിസം. $84 കോടി രൂപയുടെ ടൂറിസം പദ്ധതികൾക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. ഹൗസ് ബോട്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി. അഡ്വഞ്ചർ പാർക്കുകൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കും. ജഡായുപ്പാറ ടൂറിസം പദ്ധതി അടുത്ത ഓണത്തിന് പ്രവർത്തന സജ്ജമാകും. കൊച്ചി ബിനാലെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമാക്കി. 2 വർഷം കൊണ്ട് സ്വയം പര്യാപ്ത സമ്പൂർണ്ണ കന്നുകാലി ഇൻഷുറൻസും പേ വിഷബാധ പ്രതിരോധ വാക്സിൻ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള തീരുമാനവുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. സബ്സിഡി, വരൾച്ചാ ദുരിതാശ്വാസം, കറവ യന്ത്രങ്ങൾക്ക് സഹായം, രാത്രികാല അടിയന്തര വെറ്റിനറി സേവനം തുടങ്ങി ക്ഷീര കർഷകർക്ക് നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. വനസംരക്ഷണത്തിനൊപ്പം വനാശ്രിത സമൂഹത്തിന്റെ ഉന്നമനം കൂടി കണക്കിലെടുത്തുള്ള പരിപാടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വനം കയ്യേറ്റം പൂർണ്ണമായി തടയാൻ പദ്ധതി ആരംഭിച്ചു. ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് തൊഴിൽ രംഗത്ത് മികച്ച തുടക്കമാണ് സർക്കാർ നടത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ആവാസ് പദ്ധതി നടപ്പാക്കും. വിവിധ തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുവാൻ നടപടി ആരംഭിച്ചു. പൊതുവിപണിയിൽ സർക്കാർ നടത്തിയ ഇടപെടൽ കൊണ്ട് ഓണം, റംസാൻ തുടങ്ങിയ ഉത്സവകാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചു. സപ്ലൈകോ വഴി സബ്സിഡിയായി 440 കോടി രൂപ വിനിയോഗിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിച്ചാണ് പൊതുവിതരണ വകുപ്പ് മുന്നോട്ടു പോകുന്നത്. സപ്ലൈകോ ഈ വർഷം 4200 കോടിയുടെ റെക്കോർഡ് വിറ്റുവരവാണ് കൈവരിച്ചത്. സംസ്ഥാനത്തിന്റെ സ്വത്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. 13 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയും 17 സ്ഥാപനങ്ങളുടെ നഷ്ടം കുറച്ചുകൊണ്ടുമാണ് സർക്കാർ പൊതുമേഖലയോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നത്. പുതുതായി 13,000-ലേറെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങി. എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾക്ക് നടപടിയായി. സംരംഭകർക്ക് എല്ലാ ലൈസൻസുകളും ഒരു അപേക്ഷയിലൂടെ ലഭ്യമാകുന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നടപ്പാക്കി. പൊതുമരാമത്ത് വകുപ്പിൽ സമഗ്ര മാറ്റത്തിനാണ് പിണറായി വിജയൻ സർക്കാർ തുടക്കമിട്ടത്. പുതിയ കാലം, പുതിയ നിർമ്മാണം എന്നതാണ് വകുപ്പിന്റെ മുദ്രാവാചകം. 6500 കോടിയുടെ തീരദേശ ഹൈവേയും 3500 കോടിയുടെ മലയോര ഹൈവേയും ഉൾപ്പെടെ വൻകിട പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്നത്. പാഴായ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം വ്യാപകമാക്കി. നാച്ചുറൽ റബ്ബർ മിക്സ് ബിറ്റുമിനും ജിയോ ടെക്സ്റ്റൈലും റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചു തുടങ്ങി. കെട്ടിട നിർമ്മാണത്തിന് പരിസ്ഥിതികൾ അവലംബിക്കാൻ ആരംഭിച്ചു. നേട്ടങ്ങളുടെ നിരത്തിലൂടെയാണ് കേരളത്തിന്റെ ഗതാഗതം. KSRTC ലാഭത്തിലാക്കാനുള്ള നടപടികൾക്ക് സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. സേവനങ്ങൾക്ക് സമയക്രമം നിശ്ചയിച്ചും ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററുകൾ ഏർപ്പെടുത്തിയും വകുപ്പ് അഴിമതി മുക്തമാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ടെസ്റ്റ് നടത്തുന്ന അന്നു തന്നെ ലൈസൻസ് നൽകുന്നതിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. അസാധാരണമായ വരൾച്ചയ്ക്കാണ് കേരളം അടുത്തിടെ സാക്ഷ്യം വഹിച്ചത്. രൂക്ഷമായ വരൾച്ചയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയല്ല സർക്കാർ ചെയ്തത്. സംസ്ഥാനത്തെല്ലായിടത്തും
കുടിവെള്ളം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് കുടിവെള്ളം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് വെള്ളം ഒഴിക്കുന്നത് സന്തോഷമാണ്. പൂർണ്ണമായും ജല അതോറിറ്റിയെ ആശ്രയിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. തലസ്ഥാനം അകപ്പെട്ടു പോകുമായിരുന്ന വലിയ കുടിവെള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടത് ഇച്ഛാശക്തിയോടുകൂടിയ സർക്കാർ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. പേപ്പാറ ഡാമിലെ ജലനിരപ്പ് അപകടകരമാം വിധം താണു. ജലവിതരണം നിലയ്ക്കും എന്ന നിലയിലെത്തി. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രതിദിനം 11.25 കോടി ലിറ്റർ ജലം നെയ്യാറിൽ നിന്നും കരമനയാറ്റിൽ എത്തിക്കുവാൻ കഴിഞ്ഞത് അസാധാരണമായ ഒരു ഭരണനേട്ടം തന്നെയാണ്. പകരം വയ്ക്കാനില്ലാത്ത പ്രതിജ്ഞാബദ്ധതയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഭരണനേട്ടം. നേട്ടങ്ങളുടെ പട്ടികയിൽ ഇനിയുമേറെയുണ്ട്. പൂർത്തീകരിക്കാനുള്ള പ്രതീക്ഷകളുടെയും നിറവേറ്റപ്പെടാനുള്ള ഉത്തരവാദിത്വങ്ങളുടെയും വരും ദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സർക്കാർ ഒപ്പമുണ്ട്. പരിവർത്തനത്തിന്റെ പുതുകേരളം, ഹരിതമായ ആർദ്രമായ നവകേരളം. പരിവർത്തനത്തിന്റെ പുതുകേരളം, ഹരിതമായ ആർദ്രമായ നവകേരളം. മികവാർന്ന പൊതുപാഠശാലകൾ, വീടുകൾ, സകലർക്കും അഭിവൃദ്ധി ഇതു കേരളം. മികവാർന്ന പൊതുപാഠശാലകൾ, വീടുകൾ, സകലർക്കും അഭിവൃദ്ധി ഇതു കേരളം. സകലർക്കും അഭിവൃദ്ധി ഇതു കേരളം. അഴിമതി വിമുക്തമാം വികസനം, നിർഭയം ദൃഢമായ ചുവടുമായി ജനസേവനം. അഴിമതി വിമുക്തമാം വികസനം, നിർഭയം ദൃഢമായ ചുവടുമായി ജനസേവനം. കരുണതൻ താങ്ങായി സാന്ത്വനം, സ്വപ്നങ്ങൾ അവസത്യമാകുന്ന പ്രിയ കേരളം. കരുണതൻ താങ്ങായി സാന്ത്വനം, സ്വപ്നങ്ങൾ അവസത്യമാകുന്ന പ്രിയ കേരളം. ശുദ്ധമായുള്ള പരിസ്ഥിതി ഭക്ഷണം, തുല്യമാം നീതി, സുരക്ഷിത ജീവിതം. ശുദ്ധമായുള്ള പരിസ്ഥിതി ഭക്ഷണം,